കൊച്ചി രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ശക്തൻ തമ്പുരാൻ കൊട്ടാരം. തൃശൂരിലെ സുപ്രധാന ചരിത്ര സ്മാരകമാണിത്. വടക്കേച്ചിറ കോവിലകമെന്നും വടക്കേക്കര കോവിലകമെന്നും ഈ കോവിലകം അറിയപ്പെട്ടു. 15-ാം നൂറ്റാണ്ടിലാണിത് നിർമ്മിച്ചത്. ഇന്ന് ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പുരാവസ്തു മ്യൂസിയമായി സംരക്ഷിച്ചു പോരുന്നു. ബ്രിട്ടീഷുകാർ കൊച്ചി രാജാവ് രാജശ്രീ രാമവർമ്മയ്ക്ക് നൽകിയ സമാനമായ ദർബാർ കോച്ച് അഥവാ രാജരഥമാണിത്. 4 കുതിരകൾക്ക് വലിക്കാൻ പറ്റുന്ന 4 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന രഥമാണിത്. ഡൽഹിയിലെ കൊച്ചിൻ ഹൗസിൽ ഉപയോഗിച്ചിരുന്ന രഥമാണ് ദർബാർ കോച്ച്. 100-300 നൂറ്റാണ്ട് കാലഘട്ടത്തെ തക്ഷശിലയിലെ ബോധിസത്വന്റെ ശില്പങ്ങളും ഹാരപ്പൻ കാലഘട്ടത്തിലെ ഭരണികളും 1500-1800 കാലഘട്ടത്തിലെ നഗ്നപാത്ര കഷ്ണങ്ങളും ഹസ്തിനപുരത്തിലെ പാത്രകഷ്ണങ്ങളും മോഹൻജോദാരയിലെ പാത്രങ്ങളുടെയും സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകൾ നമുക്ക് ഇവിടെ കാണാം. 16-17 നൂറ്റാണ്ടിലെ പാലക്കാട് അട്ടപ്പാടി വനമേഖലകളിലെ വീരക്കല്ലുകളും 14-15 നൂറ്റാണ്ടിലെ തതിക്കല്ലുകളും നമുക്കിവിടെ സംരക്ഷിച്ച് പോരുന്നത് കാണാം. ഇന്നത്തെ കേരളവും തെക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും ഉൾപ്പെട്ടിരുന്ന പ്രാചീന തമിഴകത്തിൽ വീരക്കല്ല് രൂപപ്പെടുത്തുന്നതിലും ആരാധിച്ചിരുന്നതുമായ പാരമ്പര്യം ഉണ്ടായിരുന്നു. മൃത്യുവരിച്ച വ്യക്തികളെ ആരാധിക്കുന്നതിനു വേണ്ടിയാണ് വീരക്കല്ലുകൾ നാട്ടുന്നത്. വീരരെ കുറിച്ച് വിശദീകരിക്കുന്ന കൊത്തുപണികളും ലിഖിതങ്ങളും വീരക്കല്ലുകളിൽ കാണാം. കേരളത്തിൽ പഴയ കാലത്ത് നിധിപ്പെട്ടികൾ നിർമ്മിച്ചിരിക്കുന്നത് തേക്ക്, ഈട്ടി, ചന്ദനം എന്നീ മരത്തടികളിലായിരുന്നു. രാജകീയ ഭണ്ഡാരപ്പെട്ടികൾ രാജകുടുംബങ്ങളുടെ സമ്പത്തിനെയും സാംസ്കാരികതയെയും സൂചിപ്പിക്കുന്നു. പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന അടുക്കള ഉപകരണങ്ങൾ കല്ല്, തടി, കളിമണ്ണ്, ചെമ്പ്, ചെമ്പുകൂട്, പിച്ചള, ഇരുമ്പ് എന്നിവയിൽ തീർത്ത അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും നമുക്ക് കാണാം. കുടങ്ങൾ, കോപ്പകൾ, തളികകൾ, ഉരുളി, ചെരുവം, മൊന്ത, തിരിക്കല്ല്, അരക്കല്ല്, അമ്മി, ആട്ടുകല്ല്, ഉരൽ, ഉലക്ക, ചീനച്ചട്ടി, കൊടിൽ, കൽച്ചട്ടി, തവി മുതലായ ശേഷിപ്പുകളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. 12-13 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ ചേരമാൻ പറമ്പ് ഉത്ഖനനത്തിൽ ലഭിച്ച മൺപാത്രങ്ങൾ ഇവിടെയുണ്ട്. തൃശൂർ ജില്ലയിലെ കാട്ടൂരിൽ നിന്നും ലഭിച്ച 11-12 കാലഘട്ടത്തിലെ ദ്വാര ദേവതാ ശില്പവും ദ്വാരപാലക ശില്പവും ഇവിടെ കാണാം. പത്താം നൂറ്റാണ്ടിലെ കൊടുങ്ങല്ലൂരിൽ നിന്നും ലഭിച്ച ബ്രാഹ്മണി ശില്പവും ഇവിടെയുണ്ട്.
പുരാതന കാലത്തെ ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും ഉപയോഗിച്ചിരുന്ന നാണയങ്ങളുടെ ശേഖരങ്ങളും ഇവിടെയുണ്ട്. കേരളത്തിൽ നിന്നും കിട്ടിയ പുരാതന നാണയങ്ങൾ മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലെയും റോമൻ നാണയങ്ങളും സംഘകാല നാണയങ്ങളും ആണിത്. ചേര, ചോള, പാണ്ഡ്യ രാജ്യ കാലഘട്ടത്തിലെ നാണയങ്ങളും ഇവിടെ നമുക്ക് കാണാം. ശക്തൻ തമ്പുരാൻ ഉപയോഗിച്ചിരുന്ന പല്ലക്കും തമ്പുരാന്റെ കട്ടിലും ഇവിടെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ രാജകീയ തലപ്പാവും രാജകീയ പട്ടങ്ങളും ഇവിടെ കാണാം. 9-10 നൂറ്റാണ്ടിലെ മതിലകം ലിഖിതവും ഗ്രന്ഥപ്പെട്ടിയും 9-13 നൂറ്റാണ്ടിലെ കോതരവിയുടെ തൃപ്പൂണിത്തറ ലിഖിതങ്ങളും നമുക്കിവിടെ കാണാം. എണ്ണച്ചായ ചിത്രങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ശക്തൻ തമ്പുരാൻ, കൊച്ചി രാജാവ് രാമവർമ്മ, കൊച്ചി ദിവാൻ തിരുവെങ്കിടാചലം, ദിവാൻ RK ഷൺമുഖം ചെട്ടി, കൊച്ചി ദിവാനും ചീഫ് ജഡ്ജുമായ സുബ്രഹ്മണ്യൻ പിള്ളയുടെയും മഹാരഥന്മാരുടെയും എണ്ണച്ചായ ചിത്രങ്ങളും ഇവിടെ നമുക്ക് കാണാം. എറണാകുളം ജില്ലയിലെ അഴകിയകാവിലെ 19-ാം നൂറ്റാണ്ടിലെ കാളി ദാരുശില്പം, പുരാതന കേരളീയ കലകളുടെ ശില്പരൂപങ്ങൾ, ഭണ്ഡാരപ്പെട്ടികളും ആഭരണപ്പെട്ടികളും വിവിധ തരം ആയുധ ശേഖരണങ്ങളും നമുക്കിവിടെ ദർശിക്കാം. ആയിരത്തി 1756 സാമൂതിരി തൃശൂർ കീഴടക്കിയപ്പോൾ കൊച്ചിക്ക് ഈ കൊട്ടാരത്തിന്റെ നിയന്ത്രണം നഷ്ടമായി. 1761 തിരുവിതാംകൂറിന്റെ സഹായത്തോടെ സാമൂതിരിയെ കീഴ്പ്പെടുത്തിയതിനു ശേഷമാണ് വീണ്ടും കൊട്ടാരം കൊച്ചിയുടെ നിയന്ത്രണത്തിലായത്. 1795 രാമവർമ്മ ശക്തൻ തമ്പുരാൻ ഇന്ന് കാണുന്ന തരത്തിൽ കൊട്ടാരം പുതുക്കിപ്പണിതു. പരമ്പരാഗത നാലുകെട്ടിന്റെ ശൈലിയിലാണ് ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം. പ്രാചീന കാലത്തെ സംസ്കാര പഠനത്തിലൂടെയാണ് ആധുനിക സംസ്കാരം വളരുന്നത്. ഓരോ ചരിത്രാന്വേഷികളും ഇവിടം സന്ദർശിക്കേണ്ടത് അനിവാര്യമാണ്. തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ കലവറയാണ് ഇത്. തൃശൂരിന്റെ ഹൃദയഭാഗത്തെ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഈ പുരാവസ്തു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. സന്ദർശന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. സന്ദർശന നിരക്ക് മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 5 രൂപയും വിദേശ പൗരന്മാർക്ക് 50 രൂപയുമാണ് ഫീസ്. തിങ്കളാഴ്ചകളിലും ദേശീയ അവധി ദിവസങ്ങളിലും സന്ദർശനം ഉണ്ടായിരിക്കുന്നതല്ല.